ഫിയക്കുട്ടിയുടെ ബർത്ത്ഡേ. ഇത്തവണത്തെ ബർത്ത്ഡേ അവൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ. ഇനി എത്ര വലുതായാലും ഈ ബർത്ത്ഡേ അതിനും ഭയങ്കര മെമ്മറബിൾ ആയിരിക്കും. എല്ലാ തവണയും ഭയങ്കര ഹെവി ആയിട്ടാണ് നമ്മൾ ഡെക്കറേഷൻ ഒക്കെ ചെയ്യാറുള്ളത്. അപ്പൊ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിയക്കുട്ടിയുടെ സ്കൂളിൽ ബുക്ക് കൊടുക്കുന്ന ദിവസമാണ്. അത് കാരണം തന്നെ ഫിയക്കുട്ടിയും ഉമ്മച്ചും വാപ്പച്ചും കൂടിയിട്ട് സ്കൂളിലേക്ക് ബുക്ക് മേടിക്കാൻ പോയ സമയത്താണ് നമ്മൾ ഇന്നലെ പോയി മേടിച്ചിട്ടുണ്ടായിരുന്ന 8th ബർത്ത്ഡേയുടെ 8th ഗിഫ്റ്റും ഞാൻ പാക്ക് ചെയ്യണം. അതും ഗിഫ്റ്റ് പാക്ക് ചെയ്യാൻ തീരെ അറിയാത്ത ഞാനാണ് ഇന്നിവിടെ ഗിഫ്റ്റ് പൊതിയാൻ നിൽക്കുന്നത്. എന്താക്കും ഏതാവുന്നൊന്നും ഒരു ഐഡിയ ഇല്ല, എങ്ങനെ പൊതിയണമെന്നും ഒരു ഐഡിയ. ഏറ്റവും വലിയ പ്രശ്നമായി മാറിയത് ഈ സാധനങ്ങൾ പൊതിയാൻ വേണ്ടിയിട്ടുള്ള പെട്ടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിധത്തിൽ അവർ വരുമ്പോഴത്തേനും പെട്ടിയൊക്കെ ഒപ്പിച്ച് സാധനം പൊതിഞ്ഞു. ഈ ബർത്ത്ഡേ എന്തുകൊണ്ടാണ് ഇത്രയും സ്പെഷ്യൽ ആവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബർത്ത്ഡേയുടെ മെയിൻ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ലച്ചുകുട്ടിയാണ്. ഫിയക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ. LKG മുതലേ ഫിയും ലച്ചു ഒരുമിച്ചാണ്. ഇവർ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ലച്ചുകുട്ടി എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. ഇതാണ് നമ്മുടെ സ്വന്തം ലച്ചുകുട്ടി കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരത്തെ ഇവരുടെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരത്തെ കേക്ക് കട്ടിയാണ്. സ്കൂളിൽ പോകേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഫിയാക്ക് സ്കൂളിൽ മിഠായിക്ക് കൊടുക്കാൻ പറ്റി. ഏപ്രിലും മെയിലൊക്കെ ബർത്ത്ഡേ ഉള്ളവർക്ക് സ്കൂളിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഫിയയുടെ ബർത്ത്ഡേ ഡേറ്റിന് അന്ന് തന്നെ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നപ്പോൾ ഫിയാക്ക് ഭയങ്കര സന്തോഷമായിട്ട്. ഇവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. ആ സന്തോഷം കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൽ വെച്ചിട്ടുണ്ടായിരുന്ന കാൻഡിൽ മാജിക് കാൻഡിലാണ്. സംഭവം വേറൊന്നല്ല, ഇത് എത്ര ഊതിയാലും കേടില്ല. 2-3 തവണ ഊതിയിട്ട് പിന്നും കത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് സംഭവം മനസ്സിലായി. ഈ കാൻഡിൽ കത്തി തീർന്നത് വരെ നമ്മൾ ഊതി കെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും അത് കത്തിട്ടോ. അങ്ങനെ ഇത്തവണത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. ലാസ്റ്റ് മിനിറ്റ് ഒരു ഡാൻസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് 10 മിനിറ്റ് കൊണ്ട് ഒരു തട്ടി കൂട്ടിട്ട് ഡാൻസ് ഒക്കെ പഠിച്ചു. അങ്ങനെ ലച്ചുവിന്റെ അമ്മ വന്നപ്പോ ലച്ചു പോവാൻ വേണ്ടി നിൽക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ ഓക്കെ, ബൈ.